മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ എൻ രഘു സൂററ്റ്. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം മുഴുവനായും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയരെ, ഈ 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവരെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളാണ്. കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാർ കാണുകയും അവരും പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും കർത്താവിനോട് തങ്ങളെ കൂടെ പ്രാർത്ഥന പഠിപ്പിക്കുവാൻ, മാത്രമല്ല യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുവാനുള്ള അവരുടെ ആഗ്രഹം കർത്താവിനോട് പ്രകടമാക്കി. അതിന് കർത്താവ് പ്രസിദ്ധമായ പ്രാർത്ഥന കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിലടങ്ങിയിരിക്കുന്ന വിലപ്പെട്ട സത്യങ്ങൾ എല്ലാം പറയുവാനായിട്ടുള്ള സമയം നമുക്ക് രാവിലെ ഇല്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവിനോട് നാം പ്രാർത്ഥിക്കേണ്ട വിധങ്ങളെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ്റെ നാമത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ ഭൂമിയിലാകുവാനുള്ള താല്പര്യം പ്രകടമാക്കുവാനുള്ള, അതുമാത്രമല്ല അവരുടെ ഭൂമിയിലെ ആവശ്യത്തിനുള്ളതായിരിക്കുന്ന ആഹാരം പ്രതിദിനം അവർ ആവശ്യപ്പെടുവാനുള്ള, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ചെയ്തിട്ടുള്ള പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള, മാത്രമല്ല തങ്ങൾക്കാരെങ്കിലും കടപ്പെടുകയോ ആരോടെങ്കിലും ഏതെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ക്ഷമിക്കുവാനും, ഏറ്റവും അവസാനമായി ദുഷ്ടനായവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുമുള്ള ഒരു സംവിധാനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതിനുശേഷം വിലപ്പെട്ട ഒരു ഉദാഹരണം കർത്താവ് പറയുന്നത്, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ സ്നേഹിതൻ്റെ മുൻപിൽ വയ്ക്കുവാൻ അവൻ്റെ പക്കൽ ഏതുമില്ല. ഒരു കഷ്ണം അപ്പം അവന് കൊടുക്കുവാനില്ലാത്തൊരു സാഹചര്യം. അപ്പോഴാ പ്രിയപ്പെട്ടവൻ, തനിക്ക് മറ്റൊരു സ്നേഹിതനുണ്ട്, ഏത് പാതിരാത്രിയിലും കടന്നു ചെല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മമിത്രം. അവൻ്റെ പക്കൽ ധാരാളം അപ്പമുണ്ട്. അവനോട് പോയി കെഞ്ചി അത് വാങ്ങുന്ന ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തു നിന്നും കർത്താവ് എന്താണ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു ആത്മസ്നേഹിതനാണ്. ഏത് സമയത്തും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ള ഏത് ഭാരവുമായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. അവൻ നമ്മുടെ സ്നേഹിതനാണ്. ഒരു സ്നേഹിതന് നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുമാത്രമല്ല, സ്നേഹിതനോട് നമുക്ക് എന്തും ചോദിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ഏത് ആഗ്രഹങ്ങളും പറയാം.
ആ സ്നേഹിതന് നമ്മളോട് ഇല്ലെന്ന് പറയാനുള്ള അധികാരവും ഉണ്ട്. തുറന്നു പറയുവാൻ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും സ്നേഹിതനാകൊണ്ട്. ആ സ്നേഹിതനോട് ലജ്ജയില്ലാതെ ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. മാത്രമല്ല, തന്നോട് എന്ത് ചോദിച്ചാലും അത് തരാനുള്ളതായിരിക്കുന്ന വൈമനസ്യം കാട്ടുന്നതിനോടൊപ്പം തന്നെ അവന് തൻ്റെ പക്കലുള്ളതെല്ലാം നമുക്ക് തരാനുള്ള സന്മനസ്സുണ്ട്. ലജ്ജ കൂടാതെ നാം ചോദിക്കുവാൻ നമ്മുടെ പ്രിയ സ്നേഹിതനോട്, നമ്മുടെ ആത്മസ്നേഹിതനോട്, നമ്മുടെ കർത്താവിനോട് ലജ്ജ കൂടാതെ ഏത് സമയത്തും എന്തും ചോദിക്കുവാൻ, എന്തും അന്വേഷിക്കുവാൻ, എന്തും മുട്ടിക്കൊണ്ട് ചോദിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എത്ര ആത്മീയമായ സത്യമാണിത്. നമ്മുടെ മുൻപിൽ എത്രയോ സ്നേഹിതരാണ് കടന്നു വരുന്നത്, രായും പകലും. അവരുടെ മുൻപിൽ ആത്മീയ ആഹാരം വയ്ക്കുവാൻ നമ്മുടെ പക്കലേതുമില്ല. അതുകൊണ്ട് ഈ ആത്മസ്നേഹിതനോട് നമുക്ക് ചോദിച്ചാൽ അവൻ നമുക്ക് തരുന്നത് നമുക്ക് അവന് കൊടുക്കുവാനായിട്ട് കഴിയും. ധാരാളം അവൻ തരും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം. ഈ ലോകത്തിൻ്റെ മക്കൾക്ക്, അവർക്ക് നിത്യജീവൻ ആവശ്യമായിരിക്കുന്ന ആഹാരമായ ജീവൻ്റെ അപ്പം നൽകുവാൻ, പ്രിയമുള്ളവരെ, ദൈവം നമുക്കൊരു സ്നേഹിതനെ തന്നു, നമ്മുടെ ആത്മസ്നേഹിതനെ. പിന്നീട് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഒരപ്പനെക്കുറിച്ചാണ്. അപ്പനും മകനും എന്നുള്ള ബന്ധമാണ്. സ്നേഹിതനെന്ന് മാത്രമല്ല, ഒരപ്പൻ, നമ്മുടെ സ്വർഗീയ അപ്പൻ. നാം അവനോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് തരും. മുട്ട ചോദിച്ചാൽ നമുക്ക് തേളിനെ തരുന്നില്ല. നാം മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ തരുന്നില്ല. ആ സ്വർഗീയ പിതാവ് തൻ്റെ മക്കൾ തങ്ങളോട് യാചിക്കുമ്പോൾ അവർക്ക് നൽകുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ദൈവവചനമാകുന്ന ജീവൻ്റെ അപ്പത്തെ നമുക്ക് തരുവാൻ സ്വർഗത്തിലെ പിതാവ് സന്മനസ്സുള്ളവനാണ്. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, എത്രയും നന്മകളെ തരുവാൻ മുട്ടുന്നവന്, അന്വേഷിക്കുന്നവന്, ചോദിക്കുന്നവന്, ആരായുന്നവന്, യാചിക്കുന്നവന് കൊടുക്കുവാൻ സന്മനസ്സുള്ള ഒരു പിതാവ്, സന്മനസ്സുള്ള ഒരു സ്വർഗീയ സ്നേഹിതൻ, ആത്മമിത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനയുമായി, നമ്മുടെ യാചനയുമായി, നമ്മുടെ അപേക്ഷയുമായി സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അവൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കുന്നത് മാത്രം ചോദിക്കാം. അവൻ്റെ ഇഷ്ടം ഈ സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഭൂമിയിലാകുവാൻ നാം ആഗ്രഹിക്കാം. നമുക്ക് ഭൗമികമായ ഒന്നുമല്ല, സ്വർഗീയമായതിനെ തന്നെ ആഗ്രഹിക്കാം. അത് തരുവാൻ, അവൻ്റെ മഹത്വത്തിനായിട്ട് തരുവാൻ അവൻ മതിയായവനാണ്. നമുക്ക് പ്രതിദിനം, എല്ലാ ദിവസവും നമുക്ക് അവൻ്റെ ആത്മീയമായിരിക്കുന്ന ആഹാരം ചോദിക്കാം. അവൻ നമുക്ക് നമ്മുടെ ഭൗമികമായ ആഹാരം തരും, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ സ്വർഗീയ ആഹാരത്തിനായിട്ട്, ആ അപ്പത്തിനായിട്ട് ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഇതാ ഒരു സ്നേഹിതൻ ഏത് പാതിരാത്രിയിലും, ഏത് ഘട്ടത്തിലും, ഏത് അവസരത്തിലും, ഏത് വിഷമസന്ധിയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് കണ്ണുനീരിൻ്റെ അനുഭവത്തിലും നമുക്ക് കടന്നു ചെന്ന് ചോദിക്കാം. നമുക്ക് ധാരാളമായി തരുന്ന ആ സ്നേഹിതൻ്റെ അടുക്കലേക്ക്, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഭാരങ്ങളുമായിട്ട് കടന്നു ചെല്ലാം. രാവിലെ സമയം നമുക്ക് അവൻ്റെ കയ്യിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ലജ്ജ കൂടാതെ മുട്ടിക്കുന്നവന്, അപേക്ഷിക്കുന്നവന് ധാരാളമായി കൊടുക്കുന്ന ഒരു നല്ല സ്നേഹിതൻ. ലജ്ജിക്കാതെ നമുക്ക് ചോദിക്കാം. മടിക്കേണ്ട പ്രിയമുള്ളവരെ, അവൻ്റെ അടുക്കിലേക്ക് വരാം. നമ്മുടെ വിഷയങ്ങൾ വളരെയാണ്, നമുക്ക് ധാരാളം ആവശ്യമുണ്ട്. ലോകം അന്ധകാരത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ അടുക്കൽ വരുന്ന മനുഷ്യവർഗത്തിന് കൊടുക്കുവാൻ ജീവൻ്റെ അപ്പം, ജീവൻ്റെ ദാതാവായ ദൈവത്തോട് തൻ്റെ പുത്രൻ മുഖാന്തരം അപേക്ഷിക്കാൻ ദൈവമായ കർത്താവ് ഇന്ന് രാവിലെ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.